ഹലോ, എന്തേക്കാരം ഇപ്പോൾ ഞാനിങ്ങനെ ഒരു കീസ് കാട്ടിത്തരുന്ന കാര്യങ്ങൾ കരുതിയിട്ടുണ്ടാകല്ലേ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വലിയൊരു കവറാണ് ഇട്ടത്. അപ്പം ഈ കവറിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത്. നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് തോന്നാനായിട്ടാണ് കുറച്ചൊക്കെ വലിപ്പമുണ്ട് കേട്ടോ കവറ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ, എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ കൊണ്ടതാണ്. ഓണത്തിൻ്റെ കിറ്റാണല്ലോ, ഓണക്കിറ്റ് ആണെന്നാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ ഞാൻ കരുതി ഓണക്കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയൊന്നല്ല കേട്ടോ, അപ്പോൾ എന്തൊക്കെയോ ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ. നല്ല പോലെ മുറുക്കി കിട്ടിയതുകൊണ്ട് കത്രിക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് തുറക്കേണ്ടി വരും കേട്ടോ. ഇതാ കത്രിക ഉപയോഗിച്ച് ഞാനിത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയല്ലേ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഈ കവർ നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കട്ടെ എന്തൊക്കെയാണ് ഉള്ളത്. ഇതാ പഞ്ചസാര ഉണ്ട്, പിന്നെ ഇതാ ശർക്കര ഉണ്ട്, പിന്നെ ഇതാ മമ്പയറുണ്ട്. മമ്പയറിനല്ല ഇതിന് പറയാം, കുറച്ചൊക്കെ വലിയ സൈസാണ് കേട്ടോ. അപ്പോൾ ഇതാ മമ്പയറുണ്ട് ഇതിൽ. പിന്നെ ഉരുവൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ അതാ സേമ്യത്തിൻ്റെ ആ നീളമുള്ള പാക്കറ്റില്ലേ അതുണ്ട്. പിന്നെ അതാ ഒരു പാക്കറ്റ് പരിപ്പുണ്ട് കേട്ടോ, പാക്കറ്റ് പരിപ്പുണ്ട്. പിന്നെ അതാക്കുന്ന ഒരു വെളിച്ചെണ്ണ പാക്കറ്റും ഉണ്ട് കേട്ടോ, 500 മില്ലിൻ്റെ വെളിച്ചെണ്ണ പാക്കറ്റാണ്. പിന്നെ അതാ ഇതിൽ ഉണക്കമുളകില്ലേ, നമ്മളെ ഉണക്കമുളകുണ്ട് കേട്ടോ, ആ ചുവപ്പ് കളറിലെ അതാണ്. അപ്പോൾ അത് പൊട്ടിക്കുന്നുണ്ട്, ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ, മൂക്കിൽ കുത്തണ സ്മെല്ല് വരുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കടുകും പാക്കറ്റ്. പിന്നെ അതാ ചെറുപയറുണ്ട്. പിന്നെ അതാ ഇത്രയും കടലുണ്ട് കേട്ടോ, ഒക്കെ കുറേ ഉണ്ട് കേട്ടോ. 1 കിലോന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ തൂക്കങ്ങൾ എത്രയാണെന്നുള്ളത്. പായസം ഉണ്ടാക്കുന്ന പരിപ്പല്ലേ, അപ്പോൾ പായസം ഉണ്ടാക്കുന്ന പരിപ്പുണ്ട്. പിന്നെ അതാ ഉഴുന്നുണ്ട്, ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിടൂലേ അങ്ങനത്തെ ആ ഉഴുന്നുണ്ട്. പിന്നെ അതാ പൊടിക്കാത്ത മല്ലി ഉണ്ട് കേട്ടോ, പച്ചമല്ലി ഉണ്ട്. പിന്നെ ഒരു ചായപ്പൊടി പാക്കറ്റ്. പിന്നെ കുറച്ച് നെയ്ച്ചോറ് വെക്കൂലേ, നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ അങ്ങനത്തെ അരിയാണ് കേട്ടോ, അതുകൊണ്ട് അതായത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ അരിയുണ്ട് കേട്ടോ. ദോശ അപ്പൊക്കെ ചുടൂലേ, ഇഡ്ഡലി അങ്ങനത്തെ അതിൻ്റെ അരിയാണ്. അപ്പോൾ കേസിൽ നിന്ന് ഇപ്പോൾ ഫുള്ള് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഓണക്കിറ്റ്. അപ്പോൾ ഓക്കേ.